എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ കുറേ പേർ പരാതി പറഞ്ഞു തോറ്റു. അപ്പോൾ ഇതുവരെ ഈ 5ാം സെമസ്റ്റർ തോറ്റ വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥിനികൾ ദൃശ്യം അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തരാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിൽ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ പരീക്ഷ തോറ്റവർ നിർബന്ധമായും കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പല വിദ്യാർത്ഥികളും പരാതി പറഞ്ഞു 5ാം സെമസ്റ്റർ അല്ലെങ്കിൽ 6ാം സെമസ്റ്റർ തോറ്റു കഴിഞ്ഞാൽ ഒരു വർഷം പോകുമെന്നുള്ളത് റിയാലിറ്റി തന്നെയാണ്. കാരണം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്കൂട്ടണി, ഈ 3 ഓപ്ഷൻസ് മാത്രമാണ് ചെയ്യാനുള്ളത്. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ചാണ്. എല്ലാ വിദ്യാർത്ഥികളും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ 5ാം സെമസ്റ്റർ മാത്രമല്ല മറ്റേതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ തന്നെ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഈ സാധാരണഗതിയിൽ റിസൾട്ട് വരുമ്പോൾ ഫെയിലാകുകയും അത് ചില റിസൾട്ടുകൾ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ പാസ്സാകുകയും ചെയ്യാറുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മോഡറേഷൻ ഉണ്ടോ എന്നുള്ളത്. മോഡറേഷൻ ഇല്ല, പക്ഷേ ജനറൽ മോഡറേഷൻ വഴി പല വിദ്യാർത്ഥികളും പാസ്സാകാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. എല്ലാ വിദ്യാർത്ഥികളുടെ കേസിലും ഇത് അപ്ലിക്കബിൾ അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ സാധിക്കും. കാരണം ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന രീതിയിലാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിലെല്ലാം ഇത് ക്ലെയിം ആകുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. നിങ്ങളുടെ സീനിയേഴ്സിനോട് സൂപ്പർ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം തോറ്റവർ നിർബന്ധമായും നിങ്ങളുടെ റിസൾട്ട് ഒന്ന് റീചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ തോറ്റ വിഷയം ഏതെങ്കിലുമൊക്കെ ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വീഡിയോ താരം ഒന്ന് സൂചിപ്പിക്കുക. നിങ്ങൾ ഏതെങ്കിലും തോറ്റ വിഷയങ്ങൾ ഞാൻ സ്റ്റുഡൻറ്റ് പോർട്ടൽ നോക്കിയപ്പോൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവർക്കും അനുഭവം ഉണ്ടാവുന്നല്ല, എല്ലാവർക്കും ഇത് അപ്ലിക്കബിളും അല്ല, എല്ലാവർക്കും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുമല്ല. എന്നാൽ ചിലരുടെ കാര്യങ്ങളിലൊക്കെ ഇത് ക്ലെയിം ചെയ്യാനാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന രീതിയിലാണ്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളൊന്ന് വീഡിയോ താരം കമൻറ്റ് ചെയ്യുക. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ താരം അത് കമൻറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ പ്രൂവ് ആയിട്ട് നമുക്കത് കാണിക്കുകയും ചെയ്യാം. ഇന്ന പോലൊരു വിദ്യാർത്ഥിക്ക് കിട്ടിയതായിട്ട് നമ്മളെ അറിയിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായും വീഡിയോ കാണുന്നവരെ മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.